ഹലോ, ദോശക്കും ഇഡലിക്കും പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് പാലക്കാടുള്ള ഒരു താത്ത വീട്ടിൽ നിന്നിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണത്. ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നല്ലൊരു കോംബോ ആണ് ദോശക്കും ഇഡലിക്കൊക്കെ. ഇതിനായിട്ട് ഒരു സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഈ സ്റ്റവിലൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തതൊന്ന് വഴറ്റിയെടുക്കാം. 2 സവാള എടുക്കുന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കണം. അപ്പോൾ ഒരു സവാളയും ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി പെട്ടെന്ന് വേവായി കിട്ടാൻ ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ആ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ട് അതിനനുസരിച്ച് അളവിൽ വ്യത്യാസപ്പെടുത്താം. ഒരു കൈപ്പിടി മല്ലിയില കട്ട് ചെയ്തത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിതരിപ്പോടെയാണ് അരച്ചെടുക്കേണ്ടത്. വെള്ളം ഒട്ടും ചേർക്കാതെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഡലിക്കും ദോശക്കും പറ്റുന്ന നല്ലൊരു കോംബോ ആണ്. ഒരു രക്ഷയില്ല ഈ ചമ്മന്തി. ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.